ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ്. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? വാക്വത്തിൽ അത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെന്ന് കണ്ടുപിടിച്ചു. അതെന്ന് പറയുന്നത് എന്താണ്? ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ലൈറ്റ് ഈസ് ഓൾസോ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഓരോ പ്രോപ്പർട്ടീസായിട്ട് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യണം. അതിന് മുമ്പായിട്ട് ഒരു ജനറൽ വേവ്, ഒരു മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് എ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്? അപ്പോൾ മോണോക്രോമാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ആയിരിക്കും. ആ ലൈറ്റ് ബീമിൽ എല്ലാ വേവ്സും ഒരേ വേവ് ലെങ്ത് ആയിരിക്കും. അതാണ് മോണോക്രോമാറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഒരു ലൈറ്റ് ബീമിൻ്റെ നിറം ആക്ച്വലി തീരുമാനിക്കുന്നത് ഫ്രീക്വൻസിയാണ്. പിന്നെ ഫ്രീക്വൻസിയും വേവ് ലെങ്തും കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി മാറുമ്പോൾ കളർ മാറുന്നത് പോലെ തന്നെ വേവ് ലെങ്ത് മാറുമ്പോഴും കളർ മാറുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ മോണോക്രോമാറ്റിക് എന്ന് പറയുമ്പം ഒരേ വേവ് ലെങ്ത് ആണ്, അതുകൊണ്ട് കളറും ഒന്ന് തന്നെ ആയിരിക്കും. അതാണ് മോണോ, വൺ. ക്രോമാറ്റിക്, ഒരു നിറം. ക്രോമാറ്റിക് എന്ന് പറയുന്നത് കളറുമായിട്ട് കണക്ട് ചെയ്ത വേർഡാണ്. അപ്പോൾ ഒരേ കളർ എന്നതാണ് മോണോക്രോമാറ്റിക് എന്ന മീനിങ്. പ്ലെയിൻ വേവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. അതായത് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ എപ്പോഴും ഒരു പ്ലെയിനിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പം നിങ്ങളിങ്ങനെ വരയ്ക്കുമല്ലോ, ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററാണ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും അത്, ഇതിപ്പോൾ XY പ്ലെയിൻ ആണെങ്കിൽ എപ്പോഴും അത് XY പ്ലെയിനിലായിരിക്കും. അതിനൊരു Z കമ്പോണൻറ്റ് കാണില്ല. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്ലെയിൻ വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടൊന്ന് വായിക്കാം. ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഇൻ വിസിബിൾ റേഞ്ച് കറസ്പോണ്ട് ടു ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ ഓരോ ഫ്രീക്വൻസിയും, വിസിബിൾ റേഞ്ചിലെ ഓരോ ഫ്രീക്വൻസിയും ഓരോ കളറായിരിക്കും. വേവ്സ് ഓർ സിംഗിൾ ഫ്രീക്വൻസി സോ സെയിം കളർ ആർ കോൾഡ് മോണോക്രോമാറ്റിക് വേവ്. അതായത് സിംഗിൾ ഫ്രീക്വൻസി, സെയിം ഫ്രീക്വൻസിയുള്ള വേവ്സ്, അതായത് സെയിം കളറുള്ള വേവ്സിനെ പറയുന്ന പേരാണ് മോണോക്രോമാറ്റിക് വേവ്സ്. ഇനി വേവ്സ് ട്രാവലിംഗ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ വിത്ത് നോ ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റ്സ് ആർ കോൾഡ് പ്ലെയിൻ വേവ്സ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ, നമ്മളൊരു Z ഡയറക്ഷൻ കൺസിഡർ ചെയ്താൽ ആ ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു വേവ്, അതിന് ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റുകളൊന്നുമില്ല. അതായത് അതിന് Y ഡയറക്ഷനിലോ Z ഡയറക്ഷനിലോ കമ്പോണൻ്റ് ഇല്ല. ഇപ്പം വേവിൻ്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ കാണിക്കുന്നത് വേവ് വെക്റ്ററാണ് K. അപ്പോൾ ഇപ്പോൾ Z ഡയറക്ഷനിലാണ് പ്രൊപ്പഗേഷൻ എങ്കിൽ K = KZ ആയിരിക്കും. മറ്റ് കമ്പോണൻറ്റുകളൊന്നും ഇല്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? പ്ലെയിൻ വേവ്. ഇനി വേവ് ഫ്രണ്ട് ഈസ് എ പ്ലെയിൻ സർഫസ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ വേവിന് വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഒരു പ്ലെയിൻ സർഫസിലായിരിക്കും. അതായത് Z ആക്സിസിലാണ് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ വേവ് ഫ്രണ്ട് നമ്മൾ എടുത്തു നോക്കിയാൽ, വേവ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്താണ്? സെയിം ഫേസിലുള്ള പോയിൻറ്റുകളെല്ലാം ജോയിൻ ചെയ്യുക, ലോക്കസ് ഓഫ് ഓൾ പോയിൻറ്റ്സ് വിത്ത് ദ സെയിം ഫേസ്. അപ്പോൾ നമ്മളത് എന്തിൽ കിട്ടും? ഒരു XY പ്ലെയിനിലായിരിക്കും ഈ സെയിം ഫേസുള്ള പോയിൻറ്റുകളെല്ലാം കിടക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വേവ് ഫ്രണ്ട്. സോ വേവ് ഫ്രണ്ട് ഈസ് എ പ്ലെയിൻ സർഫസ്. ഇനി fields are uniform over every plane perpendicular to the direction of propagation. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ നമ്മൾ Z ഡയറക്ഷനാണ് എടുത്തതെങ്കിൽ സെഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ഏതാണ്? XY പ്ലെയിൻ. അപ്പോൾ ഏത് XY പ്ലെയിൻ എടുത്താലും അതിലെ ഫീൽഡിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, ആ പ്ലെയിനിൽ ഞാനിപ്പോൾ ഇങ്ങനെയാണ് പ്രൊപ്പഗേഷൻ എങ്കിൽ ഇവിടെ ഒരു XY പ്ലെയിൻ എടുത്തു, അതിൽ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. വേറൊരു XY പ്ലെയിൻ എടുത്തു, അതിനകത്ത് അതേപോലെ ഈയുടെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്ലെയിനിലും ഈ സെയിം ആവണം എന്നില്ല. ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതുപോലെ ഇതിനകത്തും എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. അതാണ്
ഫീൽഡ്സ് ആർ യൂണിഫോം. ഒരു പർട്ടിക്കുലർ പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. പ്രൊപ്പഗേഷൻ ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ട് ഞാനൊരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ ആ പ്ലെയിനിൽ എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇ ഓഫ് സെഡ് ടി ഈക്വൽ ടു E0 e⁻⁷ മൈനസ് ഒമേഗ ടി. ബി ഓഫ് സെഡ് ടി ഈസ് ഈക്വൽ ടു B0 e⁻⁷ മൈനസ് ഒമേഗ ടി. ഈ സിമ്പൽ കാണിക്കുന്നത് ഇത് കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണെന്നുള്ളതാണ്. ഇതിൻ്റെ റിയൽ പാർട്ട് മാത്രമാണ് ആക്ച്വൽ വേവിനെ കാണിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിലായിരിക്കും സിനുസോയിഡൽ വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും, ഇപ്പോൾ സൈൻ ആൻഡ് കൊസൈൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം എക്സ്പോണൻഷ്യൽ ടേംസ് ആയതുകൊണ്ട് നമ്മളതിനെ എക്സ്പോണൻഷ്യൽ ടേമിൽ എഴുതുകയാണ്. പക്ഷേ ആക്ച്വൽ വേവ് എന്ന് പറയുന്ന ആ എക്സ്പോണൻഷ്യൽ ടേമിൻ്റെ റിയൽ ടേം മാത്രം എടുത്താൽ മതി, കോസ് പാർട്ട്. അപ്പോൾ അതൊക്കെ ഓർത്തോളണം, അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സോ ദീസ് ടു എക്സ്പ്രഷൻ റെപ്രസെൻറ്റ് വേവ്സ് ട്രാവലിംഗ് ഇൻ സെഡ് ഡയറക്ഷൻ. ദേ ഹാവ് നോ എക്സ് ആൻഡ് വൈ ഡിപ്പെൻഡൻസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വേവിനെ കാണിച്ചു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ട്രാൻസ്വേഴ്സ് നേച്ചർ. അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എസ് എ പോർഷനിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് ചോദിക്കാം. ട്രാൻസ്വേഴ്സ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുക. എന്താ ട്രാൻസ്വേഴ്സ് നേച്ചർ എന്ന് പറയുന്നത്? ഒരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും അതിലെ വൈബ്രേഷൻസ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്വേഴ്സ് നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് സെഡ് ഡയറക്ഷൻ ആണെങ്കിൽ, ഇത് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് കാണാൻ പാടില്ല? ഈ സെഡ് കമ്പോണൻ്റ് 0 ആകണം. അതാണ് കണ്ടീഷൻ. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും സെഡ് ഡയറക്ഷനിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ സെഡ് കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മസ്റ്റ് ബി 0. അപ്പോൾ ഇത് നമുക്കെങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും നോക്കാം. ഓക്കെ, electromagnetic waves traveling in z direction and have no x or y dependence can be represented by E of zt is equal to E0 e⁻⁷ minus omega t and B of zt is equal to B0 e⁻⁷ minus omega t. ഓക്കെ, z ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വേവിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, ജനറൽ വേവ് എന്ന് പറയുന്നത് e⁻k.r മൈനസ് ഒമേഗ ടി എന്നാണ്. ഓക്കെ, അതിൽ ഈ ആർ എന്ന് പറയുന്നത് xi പ്ലസ് yj പ്ലസ് zk ആണല്ലേ. ഇനി k ആണ് വേവ് വെക്റ്റർ. സെഡ് ഡയറക്ഷനിൽ മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ kx ഈക്വൽ ടു ky ഈക്വൽ ടു 0 ആയിരിക്കും. കെ സെഡിന് മാത്രം വാല്യൂ കാണുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഇതെന്തായിട്ട് മാറുന്നത്? ദിസ് ബിക്കംസ് e⁻⁷ മൈനസ് ഒമേഗ ടി എന്ന് മാറുന്നത്. അതാണ് സെഡ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ് ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് വാക്വത്തിലാണ്, ഫ്രീ സ്പേസിലാണ്. ഫ്രീ സ്പേസിൽ ചാർജ് ഡെൻസിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഡെൽ ഡോട്ട് ടി 0 ആണ് അല്ലേ. ഫ്രം ഗോസ് ലോ ഡെൽ ഡോട്ട് ടി ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. റോ 0 ആയതുകൊണ്ട് ഡെൽ ഡോട്ട് ടിയും 0 ആയിരിക്കും. പിന്നെ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, ഗോസ് ലോ ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ആ 2 ലോയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇയുടെ ഫോം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ബിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്ത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ഇ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ എക്സ്, അതായത് ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ്, ഡോ ബൈ ഡോ വൈ ഓഫ് ഇ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഇ സെഡ് ഈക്വൽ ടു 0 അല്ലേ. എങ്ങനെയാണ് കിട്ടിയത്? ഈ ഡെൽ ഡോട്ട് എ എന്ന് പറയുന്നത് ഡോ എ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ എ ഇസഡ് ബൈ ഡോ ഇസഡ് ആണ്. അറിയാമല്ലോ,
ഓരോ കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്റ്റ് ടു കറസ്പോണ്ടിങ്. ഇപ്പോൾ എക്സ് കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വൈ കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്റ്റ് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അങ്ങനെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ എഴുതി വെച്ചു. ഇനി ഇതിനകത്ത് ഇപ്പുറത്തെ വശത്ത് എന്താ കിടക്കുന്നത്? ഇ സീറോ ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി അല്ലേ. ഈ ഓഫ് സെഡ് ടിയുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ ആർ എച്ച് എസ് നോക്കുക. ആർ എച്ച് എസിൽ ഇ സീറോ ഇൻറ്റു ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി ആണ്. അതിൽ ഇ സീറോനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇ സീറോ ക്യാൻ ബി റിട്ടേൺ ആസ് ഇ സീറോ എക്സ് ഐ ക്യാപ് പ്ലസ് ഇ സീറോ വൈ ജെ ക്യാപ് പ്ലസ് ഇ സീറോ സെഡ് കെ ക്യാപ് ഇൻറ്റു എന്തുകൂടെ വരും? ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി കൂടെ വരും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇ സീറോ എക്സ് ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി കിട്ടും. ഈ വൈ എന്ന് പറയുന്നത് ഇ സീറോ വൈ ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി. ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ. ഈ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ 1 എന്ന നമ്പർ ഇട്ട ഇക്വേഷൻ നോക്കുക. അതിൽ എന്ത് ചെയ്യണം? ഈ എക്സ് ഈ എൽ എച്ച് എസിനെ നമ്മൾ കമ്പോണൻറ്റ് ഫോമിൽ എഴുതി. ഇ എക്സ് ഐ ക്യാപ് പ്ലസ് ഇ വൈ ജെ ക്യാപ് പ്ലസ് ഇ സെഡ് കെ ക്യാപ്. ആർ എച്ച് എസിനെ അതേപോലെ കമ്പോണൻറ്റ് ഫോമിൽ എഴുതുക. അപ്പോൾ കമ്പോണൻറ്റ് ഫോമിൽ എഴുതുമ്പം ഇ സീറോനെയാണ് കമ്പോണൻ്റായിട്ട് എഴുതുക. അപ്പോൾ അത് നമുക്ക് തന്നിട്ടുണ്ട്. ഇ സീറോ ഇസ് ഈക്വൽ ടു ഇ സീറോ എക്സ് ഐ ക്യാപ് പ്ലസ് ഇ സീറോ വൈ ജെ ക്യാപ് പ്ലസ് ഇ സീറോ സെഡ് കെ ക്യാപ്. അപ്പോൾ ഈ ഒരു എക്സ്പോണൻഷ്യൽ ടേം കിടക്കുന്നുള്ള ഇക്വേഷൻ 1 ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി, അത് എല്ലാവർക്കും കോമൺ ആയിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, കമ്പോണൻറ്റ് ഫോമിൽ എഴുതുക. ഇക്വേഷൻ 1 കമ്പോണൻറ്റ് ഫോമിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പുറത്തും ഇപ്പുറത്തുള്ള എക്സ് കമ്പോണൻറ്റുകളെയും വൈ കമ്പോണൻറ്റുകളെയും സെഡ് കമ്പോണൻറ്റുകളെയും സെപ്പറേറ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഇ എക്സ് ഇസ് ഈക്വൽ ടു ഇ സീറോ എക്സ് ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇ വൈ ഇസ് ഈക്വൽ ടു ഇ സീറോ വൈ ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇ സെഡ് ഈക്വൽ ടു ഇ സീറോ സെഡ് ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി എന്താ ചെയ്യേണ്ടുന്നത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇ സെഡ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. ഇക്വേഷൻ 2. അപ്പോൾ എന്ത് ചെയ്യുക? ഇ എക്സിനും ഇ വൈക്കും ഇ സെഡിനും എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഡോ ഇ എക്സ് ബൈ ഡോ എക്സ് ചെയ്ത് നോക്കുക. ഇതിലെവിടെയെങ്കിലും എക്സ് കിടപ്പുണ്ടോ? ഈ 0x എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടിയിൽ എക്സ് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ടേം നോക്കാം. രണ്ടാമത്തെ ടേം. ഓക്കെ, അപ്പോൾ ഈ വൈയുടെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. ഇതിനകത്ത് വൈ ഉണ്ടോ? ഇല്ല. ഡോ ഇ 0 വൈ ബൈ ഡോ വൈ 0 ആയിരിക്കും. കാരണം ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ആംപ്ലിറ്റ്യൂഡാണ്, ഒരു വാല്യൂ ആണ്, ഒരു നമ്പർ. അത് വൈയുടെ ഫങ്ഷൻ അല്ല, 0 ആയിപ്പോവും. വിത്ത് റെസ്പെക്റ്റ് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആയിപ്പോവും. പിന്നെ ഈ ടേമിനകത്തും എന്തില്ല? വൈ ഇല്ല. അപ്പോൾ ഞാൻ ഡോ ഇ വൈ ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എന്താകും? 0 ആകും. അപ്പോൾ രണ്ടാമത്തെ ടേമും 0 ആയി. ഇനി എന്ത് ചെയ്താൽ മതി? മൂന്നാമത്തെ ടേം എന്താണ്? ഡോ ബൈ ഡോ സെഡ് ഓഫ് ഇ സെഡ് ചെയ്യാം. അതൊന്ന് ചെയ്ത് നോക്കാം. ഡോ ബൈ ഡോ സെഡ് ഓഫ് ഇ സെഡിന് വരെ എന്ത് എഴുതണം? ഇ സീറോ സെഡ് ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി അല്ലേ. കെ സെഡ് മൈനസ് വേറെ കുറേയൊക്കെ കിടപ്പുണ്ട്. കെ സെഡ് മൈനസ് ഒമേഗ ടി. അപ്പോൾ ഇതിനകത്ത് ഈ 0z കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഐ കെ എന്ന് കിട്ടും അല്ലേ. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ്റെ ഏതാണ്? നമ്മളെ ഇക്വേഷൻ 2-ൻ്റെ. അപ്പോൾ ഇക്വേഷൻ 2-ൻ്റെ എൽ എച്ച് എസ് ഞാൻ എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ടേം 0 ആയി, സെക്കൻഡ് ടേം 0 ആയി, തേർഡ് ടേം എന്ത് കിട്ടി? ഐ കെ ഇ 0 സെഡ് എന്ന് കിട്ടി.
അത് എന്താണെന്നാണ് കിടക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഈ 0z വാല്യൂ എന്താകണം? 0 ആകണം. അതായിരുന്നില്ലേ നമ്മുടെ ആവശ്യം? എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന് z ഡയറക്ഷനിൽ കമ്പോണൻറ്റ് വരരുത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ z ഡയറക്ഷനിലെ കമ്പോണൻ്റ് ആയിരുന്നു ഈ 0z. അത് 0 ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. അതായത് z ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം ഇലക്ട്രിക് ഫീൽഡിന് z ഡയറക്ഷനിൽ, അതായത് ആര് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം? വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് z ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം ഇലക്ട്രിക് ഫീൽഡിന് ഏത് കമ്പോണൻറ്റ് കാണില്ല? z കമ്പോണൻറ്റ് കാണില്ല. ഓക്കെ, അടുത്തത് മാഗ്നറ്റിക് ഫീൽഡിന് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തു പോകാമേ. ഏത് ഇക്വേഷൻ എടുക്കണം? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ബി എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ബി വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ബി സെഡ്. ഇതിൽ ബി എക്സ് എന്ന് പറയുന്നത് B0x e⁻⁻k⁻z മൈനസ് ഒമേഗ ടി ആണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് ബി എക്സ് ചെയ്യുമ്പോൾ എന്തായിപ്പോവും? 0 ആയിപ്പോവും, കാരണം അത് എക്സിൻ്റെ ഫംഗ്ഷൻ അല്ല. ഇനി ബി വൈ എന്ന് പറയുന്നത് B0y e⁻⁻k⁻z മൈനസ് ഒമേഗ ടി, അത് വൈയുടെ ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് ബി വൈ ചെയ്യുമ്പോൾ അത് 0 ആയിപ്പോവും. അപ്പോൾ ഇത് 0, ഇത് 0. ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും? തേർഡ് ടേമിൽ നിന്നും ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ബി സെഡ് അല്ലേ? ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ബി സെഡ് ചെയ്യുമ്പോൾ ബി സെഡ് എന്ന് പറയുന്നത് B0z e⁻⁻k⁻z മൈനസ് ഒമേഗ ടി. അപ്പം നമുക്ക് കിട്ടും B0z ഇൻറ്റു IK എന്ന് കിട്ടും, LHS. RHS എന്താണെന്ന് നമുക്കറിയാം? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. സോ ദിസ് ഈക്വൽ ടു 0 വിച്ച് മീൻസ് B0z is 0. അപ്പം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെറ്റ് കമ്പോണൻ്റ്, അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റും 0 ആണെന്ന് കിട്ടി. സോ ബോത്ത്, അപ്പം നമുക്ക് എങ്ങനെ പറയാം? Electromagnetic waves are transverse in nature. Electric field and magnetic fields are perpendicular to the direction of propagation.